ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റിയാക്ഷൻ വീഡിയോ ആണ്. ഫ്രണ്ട്സ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. പ്രത്യേകം ഞാൻ പറയുകയാണ്, കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. 90കളിലൊക്കെ ധാരാളം സിനിമയിൽ അഭിനയിച്ച ഒരു മഹത് വ്യക്തിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നവാസിക്ക. ഈ നവാസിക്കയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നടൻ ജയസൂര്യ അദ്ദേഹത്തെ കാണാനെത്തിയപ്പോൾ, അവസാനമായിട്ടൊന്ന് കാണാനെത്തിയപ്പോൾ, അവിടെ ഒരു വലിയൊരു മഹാൻ, പുള്ളി മഹാനെന്ന് വിളിച്ചാൽ പോരാ, മഹാന്റെ മേളിൽ എന്തെങ്കിലും വാക്കുണ്ടെന്ന് വിളിക്കണം. കാരണം അല്ല, ഇതുപോലെ നാറിയ മനുഷ്യൻ ഒരു മരണ വീട്ടിൽ വന്നപ്പോൾ അവിടെ വന്നൊരു നായകൻ അല്ലെങ്കിൽ ഒരു നായികയെ കണ്ട് സെൽഫി എടുക്കാൻ ഇത്രത്തോളം അതപ്പതിച്ച് പോയ ഒരു മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ മരണ വീടാണെങ്കിലും കല്യാണ വീടാണെങ്കിലും ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സാഹചര്യം നോക്കി എവിടെ ആണെങ്കിലും പെരുമാറാറുള്ളൂ. ഒരു സെൽഫി എടുക്കുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും എല്ലാം നമ്മൾ സാഹചര്യം നോക്കിയിട്ടേ പെരുമാറാറുള്ളൂ. അങ്ങനെ സാഹചര്യം നോക്കി പെരുമാറിയ ഒരു മഹത്തായ ഒരു മനുഷ്യന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവനെയൊക്കെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റും? ഇവനെ എന്താ ചെയ്യേണ്ടത്? ആ ജയസൂര്യ അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ട് പുള്ളി ആ ദേഷ്യത്തോടെ അത്രയും നോക്കിയതേ ഉള്ളൂ. വേറെ വല്ലതാണെങ്കിൽ പിടിച്ച് തള്ളു കൊടുത്തിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞേ. ഈ മഹത് വ്യക്തി ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് മഹാനുഭാവ, നമിച്ചിരിക്കുന്നു നിന്റെ ഫ്രണ്ട്സോ നിന്റെ ബന്ധുക്കാരോ മറ്റാരെങ്കിലും ആരും മരണപ്പെടുന്നവളോ പറയുന്നില്ല. എന്നാലും ആ സാഹചര്യത്തിൽ നീ ഇതുപോലെ സെൽഫി എടുക്കുമായിരിക്കും അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് പറയാനാ? ഇതും ആ മരണച്ചടങ്ങിലുണ്ടായ സംഭവമാണ്. നമ്മുടെ സായികുമാർ ഏട്ടനും ബിന്ദു ചേച്ചി കൂടെ നടന്നു വരുമ്പോൾ വേറൊരു മനുഷ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കയറി സെൽഫി എടുക്കാൻ പോകുന്ന ഒരു മനുഷ്യൻ. ഞാൻ മറ്റേ അവനെ പറഞ്ഞു തന്നെ പുള്ളിയും പറയുക. എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കിടക്കാം. ഈ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ ഇവന് ഇച്ചിരി സ്വബോധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരിയെങ്കിലും വിവേകബുദ്ധി കാണിക്കണേ എന്നൊരു അപേക്ഷയാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടില്ലേ? നമ്മുടെ MG ഏട്ടൻ പുള്ളിക്കാരനും വൈഫും കൂടെ ഇവിടെ പരിപാടിക്ക് എന്തോ വരുവാണെന്ന് തോന്നുന്നു. വരുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട്, അദ്ദേഹം വന്ന് കുഴപ്പമൊന്നുമില്ല, പുള്ളി വന്നിട്ട് കാല് തൊട്ട് എഴുതിട്ട് പിന്നെ ചെയ്തത് നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? തോളത്ത് കൈയിട്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരാളുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിനെ കയറി തൊടാനോ അദ്ദേഹത്തിനെ കയറി ഉമ്മ കൊടുക്കാനോ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മാന്യമായിട്ട് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലല്ലോ. പിന്നെ എന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്? ഈ പ്രായത്തിൽ ഇതൊക്കെ ആണെങ്കിൽ വരും തലമുറയ്ക്ക് നിങ്ങൾ എങ്ങനെ എന്തോ പറഞ്ഞു കൊടുക്കും? ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഇത് ഞാനൊന്നും പറയുന്നില്ല. കാരണം എന്തറിയോ, പുള്ളി അവിടുന്ന് ഓടി വന്ന് എന്തിനാണ് ഇതില്ല പുള്ളി. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് ഒരു പുള്ളി ഇതിന് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. കാരണം ഇത് നിങ്ങളെ വിലയിരുത്തുക, ഇതെന്താ ഈ കാണിക്കുന്നതെന്ന്. ക്ഷേത്രാചാരമൊക്കെ വേണം മനുഷ്യര്. പക്ഷെ ഇത് ഇവിടെ അല്ല കേട്ടോ, ഇത് നമ്മുടെ നാട്ടിലല്ല, ഇത് തമിഴ്നാട്ടിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും ഇതിലും വലിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്.